ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അവിയലിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: കുമ്പളങ്ങ ഞാൻ 1 കപ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം ഏകദേശം ഈ സൈസിൽ 1 ഇഞ്ച് നീളത്തിൽ ഈ സൈസിലാണ് നമ്മൾ അരിയുന്നത്. അതുപോലെ തന്നെ അമരപ്പയർ 3-4 എടുത്തിട്ടുണ്ട്. 1 കപ്പ് കത്രിക്ക, നമുക്ക് പടവലം എടുത്തിട്ടുണ്ട് 1 കപ്പ്, 1 മുരിങ്ങക്ക, വെള്ളരി, ക്യാരറ്റ്, തടിയങ്ക, ഏത്തക്ക അരിഞ്ഞത്, ചേമ്പ്, ചേന, നമ്മൾ തേങ്ങ 2 കപ്പ് എടുത്തിട്ടുണ്ട്, 1 സവാള നീളത്തിലരിഞ്ഞത്, 1 തക്കാളി നീളത്തിലരിഞ്ഞത്, തൈര് 2 ടീസ്പൂണ്, 4 കൊച്ചുള്ളി, 4 വെളുത്തുള്ളി, 4-5 പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, ജീരകം ആവശ്യത്തിന്, നമുക്ക് 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ. നമുക്കിനി അവിയലിന് വേണ്ട അരപ്പ് ശരിയാക്കാം. തേങ്ങ നമ്മൾ ആദ്യം മിക്സിയിലോട്ടിട്ടു. മഞ്ഞൾപ്പൊടി, ജീരകം, ഉപ്പ് ആവശ്യത്തിന്, കൊച്ചുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില കുറച്ച് നമുക്ക് അരച്ചെടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകിൽ 2 പച്ചമുളക് നമുക്ക് അരയ്ക്കാനെടുക്കാം. ഇനി നമുക്ക് ഇത്രയൊന്ന് അരയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചതയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ അരഞ്ഞിരിക്കണം. കുറച്ച് എന്നാൽ തീരെ അങ്ങ് അരഞ്ഞും പോകരുത്. ആ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ അവിയലിനെ അരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവമായിരിക്കണം. ഇത് കൂടുതൽ അരയരുത്. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഈ ഒരു കുക്കറിലേക്ക് നമുക്കിടാം. ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് ഉപയോഗിക്കുന്ന ഒരു ഡിഷാണ് അവിയൽ. തക്കാളി, കീറി വെച്ചിരിക്കുന്ന സവാള, ഇനി നമുക്ക് ബാക്കിയുള്ള കറിവേപ്പില, ആ മുളക് ബാക്കിയുള്ളത് നമുക്ക് കീറി അതുകൊണ്ട് ഇട്ട്, ഇനി നമുക്ക് ഈ അരപ്പോട് ചേർത്ത് മിക്സ് ചെയ്ത് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരല്പം വെള്ളം ഒഴിക്കും. ഒരുപാട് വെള്ളമായി പോകരുത്. ഒരല്പം വെള്ളം കൂടെ നമുക്ക് മിക്സിയുടെ അരപ്പെടുക്കുന്ന ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതിനകത്തിലോട്ട് ഒഴിക്കും. നമ്മൾ ആ ജാറിനകത്ത് ശകലം വെള്ളം ഒഴിച്ച് ഏകദേശം അരക്കപ്പ് വെള്ളമുണ്ട്. അതോട് ചേർത്ത് നല്ലതായിട്ട് ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ച് നമ്മൾ അവിയലിന് വേണ്ട സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്റ്റൗ വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് ആവി വരുമ്പോൾ നമ്മൾ വെയിറ്റ് വെച്ചതിന് ശേഷം 1 വിസിൽ വന്നിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. കുക്കറിന് ആവി വന്നിട്ടുണ്ട്. നമുക്കിനി വെയിറ്റ് വെക്കാം. കുക്കറിന് 1 വിസിൽ വന്നു. നമുക്കിനി ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ ഈ അവിയലിൻ്റെ കഷ്ണങ്ങൾ അധികം വെന്ത് പോകേണ്ട. ഇനി ഇതിൻ്റെ ആവി പോയതിന് ശേഷം നമുക്ക് തുറക്കാം. കുക്കറിൻ്റെ ആവി പോയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. നമ്മുടെ അവിയൽ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. അധികം വെന്ത് പോകേണ്ട, ഇത്രയും വെന്താൽ മതി. ഇനി നമുക്ക് ഇത് സ്റ്റൗ കത്തിച്ച് വീണ്ടും അത് അടുപ്പത്തിട്ട് വെക്കാം. ബാക്കി ചേരുവകളൂടെ നമുക്ക് ചേർത്ത് വെക്കാം. ഇനി നമുക്ക് തൈര് ഒഴിച്ചൊന്ന് ഇളക്കാം. തൈരിന് പകരം നമുക്ക് വേണമെങ്കിൽ വാളംപുളി ആണെങ്കിലും പിഴിഞ്ഞ് ഒഴിക്കാം. ഇനി ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് വെളിച്ചെണ്ണയാണ്. ഇതാണ് ഇതിന് നമ്മുടെ അവിയലിന് ഏറ്റവും രുചി കൂട്ടുന്ന, ഫ്ലേവർ കൂട്ടുന്നൊരു സാധനം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം.